ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മലവ മിങ്കിൾ. ഞാൻ ഹനാൻ. സോ ഇന്നത്തെ വീഡിയോയിൽ ടൈറ്റിൽ കണ്ടുപോലെ ഞാൻ വീണ്ടും ഒരു ഹെയർ സ്റ്റൈലിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ആസ് യു ക്യാൻ സീ എൻ്റെ ഹെയർ ഇന്ന് അത്യാവശ്യം നല്ല ഓയിലി ആൻഡ് ഗ്രീസി ആയിട്ടുള്ള അവസ്ഥയിലുള്ള ഇറ്റ്സ് മൈ തേർഡ് ഡേ ഹെയർ. ഡോണ്ട് ജഡ്ജ് മീ ഗൈസ്, ബട്ട് യാ എനിവേ, നിങ്ങൾക്കും ഇതുപോലെ ഗ്രീസി ഓയിലി ഹെയർ ഡേയ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന 3 ഹെയർ സ്റ്റൈൽസാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ആൻഡ് ഐ തിങ്ക് ദീസ് ഹെയർ സ്റ്റൈൽസ് വിൽ ബി പെർഫെക്റ്റ് ഫോർ ഓഫീസ് ആൻഡ് കോളേജ് ആൻഡ് സ്റ്റാഫ്. പിന്നെ നിങ്ങൾക്ക് സ്കൂളിലേക്കൊക്കെ ഹെയർ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്തിട്ട് പോകാൻ പറ്റുമെങ്കിൽ യു ക്യാൻ ട്രൈ ഫോർ സ്കൂൾസ് ആസ് വെൽ. സോ നമുക്ക് അധികം ഡിലേ ആക്കാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഇഫ് യു ഗൈസ് നോ മീ, യു നോ ഐ ലവ് എ ഗുഡ് സ്ലീക്ക് ബൺ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് ലുക്കും ഒരു സ്ലീക്ക് ബൺ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലുക്കാണ്. പക്ഷെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. അതിൻ്റെ പേരാണ്, ഇന്നത്തെ ലുക്കിൻ്റെ പേരാണ് സൈഡ് പാർട്ടിഷൻ സ്ലീക്ക് ബൺ. വലിയ സംഭവമൊന്നുമല്ല, ഒരു ചെറിയ ട്വിസ്റ്റ് കാണിച്ചു തരാം. സോ ഫസ്റ്റ് ഇപ്പം ഞാൻ യൂഷ്വലി സെൻറ്ററിലാണ് പാർട്ടീഷൻ ചെയ്യാറ്, ബട്ട് റൈറ്റ് നൗ ഞാനൊരു സൈഡ് പാർട്ടീഷനാണ് ആദ്യം ചെയ്യുന്നത്. ഓൾസോ യു നീഡ് ടു ടേക്ക് എ കോംബ് ലൈക്ക് ദിസ്. ഓക്കെ, ലൈക്ക് അടുപ്പിച്ചിട്ടുള്ള ടീത്ത് വരുന്ന കോമ്പ് നോക്കിയെടുക്കാം. ഇഫ് യു ഹാവ് എ ടെയിൽ കോംബ് ദെൻ പെർഫെക്റ്റ്. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, പക്ഷെ കാണുന്നില്ല. ഞാൻ തൽക്കാലം ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. സോ ആദ്യം ഒരു സൈഡ് പാർട്ടീഷൻ എടുക്കുക ലൈക്ക് ദിസ്. ഓക്കെ, എന്നിട്ട് ആ പാർട്ടീഷൻ്റെ ഫസ്റ്റത്തെ ചെറിയ പോർഷൻ ഇതുപോലെ ഫ്രണ്ടിലേക്ക് എടുക്കുക. ഓക്കെ ഓക്കെ, ആൻഡ് ഐ എം ഗോണ സെക്യൂർ ദിസ് ഹിയർ. തൽക്കാലം വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു സ്ക്രഞ്ച് വെച്ച് ഇതിന് സെക്യൂർ ചെയ്യാണ്. ഡോണ്ട് ലാഫ് അറ്റ് മീ. ഓക്കെ, എന്നിട്ട് നമ്മൾ യൂഷ്വലി പോണി ടെയിൽ കിട്ടൂലേ, ഐ എം ഗോണ ടൈ എ ഹൈ പോണി. ഓക്കെ, ലൈക്ക് ദിസ്. ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്താ പറയുക, നമ്മളെ പോണി ടെയിൽ അത്യാവശ്യം ഹൈ ആയിരിക്കണം, പ്ലസ് നല്ല നീറ്റായിട്ട് നമ്മൾ കോംബ് ചെയ്തെടുക്കണം. ഞാൻ യൂഷ്വലി എന്താ ചെയ്യാന്ന് വെച്ചാൽ കോംബ് മാത്രമല്ല, ഐ ഓൾസോ പ്രിഫർ യൂസിങ് എ ഗുഡ് ഹെയർ സ്റ്റിക്ക്. ഞാൻ കാണിച്ചു തരാം ഞാൻ ഏതാ യൂസ് ചെയ്യുക, എങ്ങനെയാണ് അത് യൂസ് ചെയ്യാന്നൊക്കെ. സോ പോണി ടെയിൽ ഇസ് ഓൾമോസ്റ്റ് റെഡി. ഐ എം ഗോണ ടൈ ഇറ്റ് റിയലി വെൽ. ഓക്കെ, അപ്പം പോണി ടെയിൽ റെഡി. ഓക്കെ, ജസ്റ്റ് ഞാൻ എൻ്റെ ഹെയർ വെച്ചിട്ട് എന്തെങ്കിലും ഇങ്ങനെ ഹെയർ പൊന്തി നിൽക്കില്ല, കാരണം മൈ ഹെയർ ഇസ് ലിറ്ററലി ലുക്കിംഗ് ലൈക്ക് വെറ്റ് ഹെയർ പോലെ ഉണ്ട്. സോ യെസ്, ഇനി ഞാൻ ഈ ഫ്രണ്ട് പാർട്ടിഷൻ ഉണ്ടല്ലോ അതിനൊന്ന് ഇതുപോലെ റിമൂവ് ചെയ്തു. ആൻഡ് ഐം ഗോണ കോംബ് ദിസ് റിയലി വെൽ. സോ ഈ ഫ്രണ്ട് പാർട്ടിഷൻ ഞാൻ ഇതുപോലെ നല്ല വൃത്തിക്ക് കോംബ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കും, ലൈക്ക് ബാക്കോട്ടേക്കല്ല ബട്ട് സൈഡിലേക്ക്. എന്നിട്ട് ഐ എം ഗോണ സെക്യൂർ ഇറ്റ് വിത്ത് എ ക്ലിപ്പ് റൈറ്റ് ഹിയർ. കാരണം എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറേ ചെറിയ ചെറിയ ഹെയർ ഉണ്ട് ബിക്കോസ് ഓഫ് ദ ലെയേഴ്സ്. എൻ്റെ ഹെയർ കുറേ ലെയേഴ്സ് ഉണ്ട്. സോ എനിക്കൊരു വലിയ പ്രശ്നമാണ്. ബട്ട് നിങ്ങൾക്ക് അതില്ലെങ്കിൽ ഐ എം ഷുവർ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഈ ഒരു സൈഡ് പാർട്ടിഷൻ ചെയ്യാൻ പറ്റും. സോ യെസ്, ദിസ് ഈസ് ഹൗ യുവർ ഹെയർ ഷുഡ് ലുക്ക്. പിന്നെ ഈ എക്സ്ട്രാസ് വരുന്നതുണ്ടല്ലോ, ഞാൻ മെല്ലെ തന്നെ ബാക്കിലേക്ക് എടുത്തിട്ട് ഇവിടെ സെക്യൂർ ചെയ്യാണ്. ഐ ഹോപ്പ് യു ഗൈസ് കൻ സീ. അത് ഞാൻ അവിടെ ഇങ്ങനെ സെക്യൂർ ചെയ്തു. ഇനി നമ്മൾ നേരത്തെ ടൈ ചെയ്ത പോണി ഉണ്ടല്ലോ അതിനൊന്ന് നമ്മൾ നല്ലൊരു ക്ലീൻ ബൺ ആക്കി കെട്ടി വെക്കണം. സോ ബൺ അഗൈൻ ഇസ് വെരി ഈസി. ജസ്റ്റ് ഇങ്ങനെ എടുക്കുക. ഐ എം ഗോണ ട്വിസ്റ്റ് ഇറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ഒന്ന് ജസ്റ്റ് ബ്രെയ്ഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബണ്ണായിട്ട് കെട്ടാം കേട്ടോ. പക്ഷെ എനിക്കങ്ങനെ ബ്രെയ്ഡ് ചെയ്യുന്നത് അത്ര ഇഷ്ടമല്ല. സോ യെസ്, ജസ്റ്റ് ഒന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്തു. എന്നിട്ട് ഈ എക്സ്ട്രാസ് ഉണ്ടല്ലോ അതിങ്ങനെ ടോപ്പിൽ കീപ്പ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതുപോലെ ഇത് വെച്ചത് സെക്യൂർ ചെയ്യാം. ഐ എം ഗോണ യൂസ് എ സ്ക്രഞ്ചി, ബട്ട് ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നോർമൽ ബോ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, ഒരു ഹെയർ ടൈ തന്നെ യൂസ് ചെയ്യാം. എന്നിട്ട് ഈ മേലെ വരുന്ന എക്സ്ട്രാസ് എനിക്കിതിങ്ങനെ കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ എം ജസ്റ്റ് ഗോണ കീപ്പ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ആൻഡ് യെസ്, ഐ നോ ഇറ്റ്സ് മെസ്സി. എൻ്റെ ബൺ അത്യാവശ്യം മെസ്സി ആയിരിക്കും എപ്പോഴും, ബിക്കോസ് ലൈക്ക് ഐ സെഡ് എനിക്ക് കുറേ ലെയേഴ്സ് ഉണ്ട് ഹെയറിൽ. സോ ദാറ്റ്സ് ഓക്കെ, ഐ ആം കംപ്ലീറ്റ്ലി ഓക്കെ വിത്ത് ഇറ്റ്. ബട്ട് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് കട്ടൊക്കെ ഹെയറുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. സോ യെസ്, ദിസ് ഈസ് ഹൗ ദ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ ലുക്ക് ലൈക്ക്. ഇനി ഇതിനെ ഒന്നും കൂടി നീറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് യൂസ് എ ഹെയർ സ്റ്റിക്ക്. ഇതാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഹെയർ സ്റ്റിക്ക്, നൗരിഷ് മന്ത്ര എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ജസ്റ്റ് എക്സസ് പ്രോഡക്റ്റ് ഇങ്ങോട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ഡിറക്ഷനിലേക്ക് നിങ്ങൾക്കിത് കോംബ് ചെയ്യാം. ഓക്കെ, ലൈക്ക് ദിസ്. എനിക്ക് നല്ല ക്ലീൻ ആയിരിക്കണം ഫ്രണ്ട് കാണാൻ, ഫ്രണ്ട് നല്ല മൊത്തത്തിൽ. സോ ഐ എം ജസ്റ്റ് ഗോണ കോംബ് എവറിത്തിങ് ഇൻ റിയലി റിയലി വെൽ. സീ കണ്ടാ, എൻ്റെ ഫ്രണ്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ എനിക്കിത് മാത്രം മതി. ഓക്കെ, എന്നിട്ട് എല്ലാം ഒന്ന് നല്ലോണം സെക്യൂർ ചെയ്തു. ഇവൻ ബാക്കിൽ ഇതുപോലെ ഹെയർ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ സെക്യൂർ ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ ദ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ ലുക്സ് ലൈക്ക്.
മൂവിങ് ഓൺ ടു സെക്കൻഡ് ഹെയർ സ്റ്റൈൽ. ദിസ് ഇസ് കോൾഡ് ക്രിസ് ക്രോസ് പോണിറ്റെയിൽ. യെസ്, ആൻഡ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇസ് മോർ അപ്രോപ്രിയേറ്റ് ഫോർ സ്കൂൾസ് ആൻഡ് കോളേജ് വർക്കിന്. എനിക്ക് അറിഞ്ഞുകൂടെ എത്ര പേര് ഇത് ചെയ്യുന്നു, കാരണം വേറൊന്നുമില്ല, ഇറ്റ്സ് എ പോണിറ്റെയിൽ, ലൈക്ക് 2 സൈഡ് പോണിറ്റെയിലാണ്. അതിനായിട്ട് ചെയ്യാൻ തുടങ്ങാം. സോ ഫസ്റ്റ് നമ്മൾ വീണ്ടും മിഡിൽ പാർട്ടീഷനിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഓക്കെ, മിഡിൽ പാർട്ട് ചെയ്യുക. എന്നിട്ട് വാട്ട് യു നീഡ് ടു ഡു ഈസ്, നമ്മുടെ ഫസ്റ്റ് ഹാഫ് ഉണ്ടല്ലോ ഹെയറിൻ്റെ, അത് നമ്മൾ ഇതുപോലെ നല്ല വൃത്തിയിൽ ഇങ്ങനെ കോംബ് ചെയ്യുക. ഓക്കെ, ദിസ് വിൽ ടേക്ക് സം ടൈം ബട്ട് സ്റ്റേ വിത്ത് മീ. ഓക്കെ, നല്ല വൃത്തിയിൽ ഇതിങ്ങനെ കോംബ് ചെയ്യുക. എന്നിട്ട് ഇത് കെട്ടണോ വേണ്ട, യു ജസ്റ്റ് നീഡ് ടു സെക്യൂർ ഇറ്റ് ഫോർ നൗ. ഇതിനെ ജസ്റ്റ് ഞാനിവിടെ ഇങ്ങനെ കെട്ടി വെക്കുകയാണ്. ഇനി നമ്മുടെ താഴത്തെ സെക്ഷൻ ഉണ്ടല്ലോ, വി ആർ വർക്കിംഗ് ഓൺ ദാറ്റ്. അതിനായിട്ട് ആദ്യം ഈ സെക്ഷൻ നല്ല വൃത്തിയിലൊന്ന് കോംബ് ചെയ്യുക. എന്നിട്ട് സെൻറ്ററിന്ന് ഇങ്ങനെ പാർട്ട് ചെയ്യുക. ഓക്കെ, 2 സൈഡിലേക്ക് ഇങ്ങനെ സെക്ഷൻ ചെയ്യുക. എന്നിട്ട് ഓരോ സൈഡായിട്ട് നല്ല വൃത്തിയിൽ കെട്ടി വെക്കുക. ഐ എം ഗോണ സെക്യൂർ ദിസ് സെക്ഷൻ വിത്ത് എ റബ്ബർ ബാൻഡ്. ഇത് വൃത്തിയില്ലേ? ഞാൻ ഗോണ റിപ്പീറ്റ് ദ സെയിം തിങ് ഓൺ ദിസ് സൈഡ്. സോ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും ഇപ്പം കാണാൻ. എനിക്കറിയാം അത്ര വൃത്തിയില്ല, ബട്ട് വി വിൽ ഗെറ്റ് ദർ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ടോപ്പ് സെക്ഷൻ ഉണ്ടല്ലോ, വി ഗോണ ഓപ്പൺ ദാറ്റ്. നല്ല ആം വർക്കൗട്ടാണ് ഗൈസ് ഇത്. സോ നമ്മുടെ ഈ ഫസ്റ്റ് ടോപ്പ് സെക്ഷന് നമ്മൾ കെയർഫുള്ളി ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്യാണ്, ലൈക്ക് ദിസ്. ഓക്കെ, ഞാനിതിനെ സെക്ഷൻ ചെയ്യണം. ഐ ഡോണ്ട് നോ ഇഫ് യു ഗൈസ് ക്യാൻ സീ, ബട്ട് ഞാൻ നല്ല വൃത്തിയിൽ ഇതിനൊന്ന് സെക്ഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഫസ്റ്റ് സെക്ഷൻ തൽക്കാലം ഞാൻ ഇവിടെ വെച്ചു. എന്നിട്ട് ഈ ഒരു പാർട്ട് ഉണ്ടല്ലോ, അത് നമ്മൾ കോംബ് ഇറ്റ് റിയലി വെൽ. എന്നിട്ട് ഇവിടെയാണ് നമ്മുടെ കളി. എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, എൻ്റെ ഈ ഹെയർ ഉണ്ടല്ലോ, ഈ ടൈ ചെയ്ത് വെച്ച ഹെയർ, ഇതിൻ്റെ അടുത്തേക്ക് ഐ എം ഗോണ ബ്രിങ് ദിസ്. എന്നിട്ട് ഐ എം ഗോണ ടൈ ദിസ് സെക്ഷൻ. നൗ ദിസ് വിൽ ലുക്ക് സംവാട്ട് ലൈക്ക് ദിസ്. ഇനി നമ്മൾ ബാക്കി വന്ന ഈ സെക്ഷൻ ഉണ്ടല്ലോ, അതും കൂടി നമ്മൾ നല്ല വൃത്തിയിൽ ഇതുപോലെ കോംബ് ചെയ്യാണ്. എന്നിട്ട് ഓപ്പോസിറ്റിലുള്ള ബാക്കിൽ ഓപ്പോസിറ്റിലുള്ള ഈ ഏരിയയിലെ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യാണ്. ആൻഡ് കോംബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാക്കിലേക്ക് പോകുന്നതിനെ കോംബ് ഇറ്റ് റിയലി വെൽ, അല്ലെങ്കിൽ ഇവിടെ പൊന്തിക്കും കേട്ടോ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഹൗ യുവർ ഹെയർ വിൽ ലുക്ക്. ഇനി ആ റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഇതും കൂടി ഒന്ന് സെക്യൂർ ചെയ്യാണ്. ഓക്കെ, സോ യെസ്, ഈ ഹെയർ സ്റ്റൈൽ ഓൾമോസ്റ്റ് ഡൺ ആണ്. പക്ഷെ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഫ്രണ്ടിൽ ലൈക്ക് ഐ സെഡ് എനിക്ക് ഇഷ്ടംപോലെ ചെറിയ ചെറിയ ഹെയർ ഉള്ളതുകൊണ്ട് ഐ എം ഗോണ യൂസ് എ ഹെയർ സ്റ്റിക്ക്. ഓക്കെ, ഐ എം ഗോണ യൂസ് എ ഹെയർ സ്റ്റിക്ക്. ആൻഡ് ഇതിന് ഞാനൊന്ന് നല്ല വൃത്തിയിൽ ബാക്കിലേക്ക് ഇങ്ങനെ കോംബ് ചെയ്യാണ്. എന്നിട്ട് ഐ എം ജസ്റ്റ് ഗോണ സെക്യൂർ ദിസ് വിത്ത് എ ക്ലിപ്പ്. സെയിം തിങ് ഞാനിത് ഈ സൈഡിലും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. ഓക്കെ, സോ ഫ്രണ്ട് കാണാൻ ഏകദേശം ഇതുപോലെ ഉണ്ടാവും. അഗൈൻ എനിക്കിത് വേണമെങ്കിൽ ഇതുപോലെ നല്ല വൃത്തിയാക്കി എടുക്കാം. എനിക്കെൻ്റെ ഇയറിൻ്റെ സൈഡിൽ അങ്ങനെ ഹെയർ കാണുന്ന ഇഷ്ടമല്ല, ലൈക്ക് പൊന്തി നിൽക്കുന്ന ഇഷ്ടമല്ല. ഓക്കെ, ആൻഡ് ബാക്കിൽ ഏരിയ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. ആൻഡ് യെസ്, ഫ്രണ്ട് കാണാൻ സിമ്പിളാണ്, കാര്യമായിട്ടൊന്നുമില്ല, ബട്ട് ബാക്കിലാണ് കളി. മൂവിങ് ഓൺ ടു അവർ ഫൈനൽ ഹെയർ സ്റ്റൈൽ. ഐ വിൽ കോൾ ദിസ് എ ഹാഫ് ഹെയർ അപ് ഡു. ഐ തിങ്ക് അങ്ങനെ വിളിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എനിവേ, ഞാൻ സാധനം എന്താണെന്ന് കാണിച്ചു തരാം. സോ മിഡിൽ പാർട്ടിഷൻ തന്നെ എടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് മിഡിൽ പാർട്ടിഷൻ ഇല്ലാണ്ടും ചെയ്യാം കേട്ടോ. ഐ പേഴ്സണലി ലൈക്ക് എ ഗുഡ് മിഡിൽ പാർട്ടിഷൻ, അതുകൊണ്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളെ ചെവിൻ്റെ ഫസ്റ്റ് ലെറ്റ് മീ കോം മൈ ഹെയർ റിയലി വെൽ. എന്നിട്ട് നമ്മുടെ ഇയേഴ്സിൻ്റെ ഈ ഒരു ഏരിയ ഇല്ലേ, ഇവിടെ നിന്ന് ഹെയർ ഇങ്ങനെ എടുക്കുക. ഓക്കെ, നൗ യു നീഡ് ടു ബി വെരി ലൈക്ക് നീറ്റായിട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഐ എം ഗോണ കോം ത്രൂ ഇവിടെ എന്നിട്ട് ഫൈനലി ഇവിടെയും കൂടി. ഓക്കെ, എന്നിട്ട് താഴത്തേക്ക് വേണ്ടത് ഞാൻ താഴത്തേക്ക് ഇടുക, ആവശ്യമുള്ളത് മാത്രം ഞാനിവിടെ ഹോൾഡ് ചെയ്യാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ പലർക്കും ഓൾറെഡി അറിയാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ നൗ യുൽ ഹാവ് സംതിങ് ലൈക്ക് ദിസ്. ഫ്രണ്ടിൽ കാണാൻ ഇതുപോലെ ആയിരിക്കും, ബാക്കിൽ ഇതുപോലെ ആയിരിക്കും. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, എൻ്റെ താഴത്തെ സെക്ഷനിലെ ഹെയർ ഉണ്ടല്ലോ, അതിന് ജസ്റ്റ് ഒന്ന് സൈഡാക്കിയിട്ട്, എന്നിട്ട് ഞാൻ ഈ മേലത്തെ ഈ സെക്ഷൻ മാത്രം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സെക്യൂർ ചെയ്യും. ബി കെയർഫുൾ, താഴത്തെ മുടി ഇടയിൽ കുടുങ്ങാതെ ശ്രദ്ധിക്കുക. ഓക്കെ, വലിയ ഇങ്ങനെ ടൈറ്റ് ആക്കിയിട്ടൊന്നുമില്ല, ബട്ട് ജസ്റ്റ് അതിനൊന്ന് കെട്ടി വെച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് നിർത്താം, ബട്ട് ഐ നോ ദിസ് ഇസ് വെരി ബേസിക് അല്ലേ, നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യം. ബട്ട് വാട്ട് ഐ വുഡ് ലൈക്ക് ടു ഡു ഇസ്, സിൻസ് എനിക്ക് അത്രയും ഫൈൻ ഹെയർ ആയതുകൊണ്ടും എൻ്റെ മുടി അത്ര വോള്യൂമിനെസ് ആയിട്ടൊന്നും തോന്നാത്തത് കൊണ്ടും കുറച്ചൊരു വോള്യൂം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇതുപോലൊരു ക്ലിപ്പ് എടുക്കും. എന്നിട്ട് ജസ്റ്റ് ഞാൻ ഇതിനൊന്ന്
മേലേക്ക് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ ഇതിനിങ്ങനെ സെക്യൂർ ചെയ്യും. എന്നിട്ട് ഐ ലീവ് ഇറ്റ് ഡൗൺ and I have something like this. എനിക്കറിയാം, again it looks a little messy, but I'm okay with messy. I like messy hairstyles. Okay. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കേളർ വെച്ചിട്ട് ഇവിടെ ഒന്ന് കേൾ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ താഴത്ത് ഇവിടെ വേണമെങ്കിൽ ഒന്ന് കേൾ ചെയ്ത് കൊടുക്കാം. ബട്ട് ടൈം ഉണ്ടെങ്കിൽ മതി. എനിക്കിപ്പം കേൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് ഐ ഓൾറെഡി ലൈക്ക് അത്യാവശ്യം നല്ല ആം വർക്കൗട്ടായി. സോ ഞാനിന്ന് കേളൊന്നും ചെയ്യുന്നില്ല. മാത്രമല്ല എൻ്റെ ഹെയർ അങ്ങനെ കേൾ നിൽക്കുകയില്ല. ഓക്കെ, സോ യു വിൽ ഹാവ് സംതിങ് ലൈക്ക് ദിസ്. അഗൈൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു ഹെയർ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഈ ഹെയറിനൊക്കെ ഒന്ന് ഇതുപോലെ ടച്ചപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഐ യൂസ് ദിസ് എ ലോട്ട്. സോ ഓക്കെ, ദിസ് ഈസ് ഹൗ മൈ ഹെയർ ലുക്സ്. ഭംഗിയുണ്ടോ? സോ യെസ്, ഇത് മൂന്നുമാണ് എൻ്റെ ഈസി ബ്രീസി ഗ്രീസി ഹെയറിന് പറ്റിയ ഹെയർ സ്റ്റൈൽ ഓപ്ഷൻസ്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് വാച്ചിങ് ദ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ലുക്സ് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് പറ്റുമെങ്കിൽ റീക്രിയേറ്റ് ചെയ്ത ഫോട്ടോസ് എനിക്ക് ഷെയർ ചെയ്യാം. ഐ വുഡ് ലവ് ടു സീ ദം. ആൻഡ് ലൈക്ക് ഐ സെഡ്, ഈ ഹെയർ സ്റ്റൈൽ സൂപ്പർ ഈസിയാണ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സോ എന്തായാലും പറ്റുമെങ്കിൽ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം കേട്ടോ. So yes, I hope you guys enjoyed watching the video. Video share ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട കാര്യമല്ലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, and please subscribe to my channel. That would mean the world to me. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ